Morning, sir. Good morning, sir. Good morning. Good morning. Happy So, morning. yeah, happy morning. Thank you, Ratna ma'am. Thank you, Riddhi. Thank you so much for being here. And good morning, everyone. Once again, എല്ലാവരെയും നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് എന്ന് വെച്ചാൽ ക്ഷണിക്കുകയാണ്. ഇന്ന് മുതൽ 3 days നമ്മൾ ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്ന ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഇറ്റ്സ് എ മിനി ക്രാഷ് കോഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കുക. ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അവരോട് ജോയിൻ ചെയ്യാൻ പറയുക. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേ സെഷൻ. നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. സോ ഈ സെഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു എല്ലാ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് പാഡും പേനയുമായിട്ട് ഇരിക്കണം. സോ നിങ്ങളടുത്ത് നോട്ട് പാഡും പേനയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റെഡി ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളെന്ന് വെച്ചാൽ വീഡിയോയിൽ വരാം. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. പരമാവധി വീഡിയോയിൽ വരാൻ ശ്രമിക്കാം. ഇതൊരു ക്രാഷ് കോഴ്സസ് ആണ്. ലൈക്ക് 1 hour ഈച്ച് ഡേ. ലൈക്ക് 1 മണിക്കൂറോളം നമ്മൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എന്ന് വെച്ചാൽ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. സോ ലെറ്റ് മീ നോ. അപ്പോൾ ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും റെഡി ആൻഡ് എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ RE എന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഡൗൺ RE. ഓക്കെ, ആൻഡ് പ്ലീസ് ബിയർ ഇൻ വീഡിയോ. എല്ലാവരും വീഡിയോയിലൊന്ന് വരും കേട്ടോ. Please be in video. It will be life changing for you. It will be amazing for you. So please be here and just let me know if you're ready and excited. Just comment down RE in the comment here. Okay, just comment down RE. Very good. Thank you so much, Ansar and Rahib, for being here in video. Please be here in video. എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് നിങ്ങൾ അധികം ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഒരു ഇത് വിട്ടുപോകരുത്, കണക്ഷൻ വിട്ടുപോകരുത്. നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് ഇരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഹൈ വാല്യൂ ലിവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, high value living is nothing but living based on clear standards, not moods. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലാണ്. എന്താണ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ജീവിക്കുക? നമുക്ക് രണ്ട് രീതിയിൽ ജീവിക്കാൻ പറ്റും. ദർ ആർ 2 people, the people who live based on standards and there are people who live based on moods. അതായത് നമ്മളുടെ മൂഡിനനുസരിച്ച്, നമ്മളുടെ മാനസികാവസ്ഥക്കനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരു നിലവാരം സെറ്റ് ചെയ്തിട്ട് ആ നിലവാരത്തിനനുസരിച്ച് ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ട് ആ വാല്യൂസിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഹൂ ഈസ് എൻ ഹൈ വാല്യൂ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല ആളുടെ തിങ്കിങ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആള് തിങ്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല. ക്ലിയർ ആണോ പറയുന്നത്? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല അദ്ദേഹം കാര്യങ്ങൾ കാണുന്നത്. അതേപോലെ അദ്ദേഹത്തിന് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്, അതെന്തുമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ ഇന്നത്തെ സെഷൻ, അല്ലെങ്കിൽ ഈ ഒരു 3 days സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സെഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെഷനിൽ ഇരിക്കുമ്പോൾ നിർദ്ദേശം ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു, എന്നാൽ കൂടുതൽ നിർദ്ദേശങ്ങൾ തരികയാണ്. ഒന്ന്, നല്ല ബെനിഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സോ യു ക്രിയേറ്റ് എ പ്ലാൻ. ഇതിലും ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക.
ആ ഡിസിഷൻസ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അപ്പം അത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് സീരിയസ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് മനസ്സിലാവണം. ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, പുതിയൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഒരു പുതിയ ജീവിത രീതി. ഈ പുതിയ ജീവിത രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അത് നമ്മളുടെ നിലവിലുള്ള ജീവിത രീതിയെ കോൺട്രഡിക്റ്റ് ചെയ്യാതെ പരമാവധി നോക്കണം. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പരമാവധി നോക്കണം. നിലവിലുള്ള നിങ്ങളുടെ ഒരു സംസ്കാരം ഉണ്ടാവും, നിങ്ങളുടെ ഒരു എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്ന രീതി ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊരു കൾച്ചർ ഉണ്ടാവും. അതിനെ ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി തകർക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതിന് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം അതിന് നമ്മളെപ്പോഴും ഈ ഒരു സെഷൻസ് നിങ്ങളെ ശരിക്കും ഒരു സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു തരത്തിൽ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഓക്കെ, സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായ, അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ത്? നിലവിലുണ്ടായിരുന്ന വാല്യൂ സിസ്റ്റത്തിനൊക്കെ എതിരായിട്ട് പോകുന്ന പോലെ ചിലർക്ക് തോന്നും. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ ആ ഫ്രിക്ഷൻ മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും വീണ്ടും പറയുന്നത്, പേനയും പേപ്പറായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഓക്കെ, PP എന്ന് കമന്റ് ചെയ്യുക. പെൻ ആൻഡ് പേപ്പർ, ജസ്റ്റ് കമന്റ് ഓൺ PP. റൈറ്റ്, ഇഫ് യു ആർ റെഡി വിത്ത് ഇറ്റ്, ജസ്റ്റ് കമന്റ് ഓൺ PP. എത്ര ആൾക്കാർ റെഡി ആണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ. Yeah, ready? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓൾ റൈറ്റ്, ഒരുപാട് ആൾക്കാർ, ഏകദേശം 15ഓളം ആൾക്കാർ ലൈക്കിന് പ്രിപ്പയർഡ് ആണ്. വേറെ ഏകദേശം 35 ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക നോട്ട് പ്രിപ്പയർഡ്. 30-ലധികം ആൾക്കാർ അല്ലെങ്കിൽ 40ഓളം ആൾക്കാർ എന്ന് വെച്ചാൽ നോട്ട് ദാറ്റ് മച്ച് പ്രിപ്പയർഡ് വിത്ത് പെൻ ആൻഡ് പേപ്പർ. ബട്ട് നിങ്ങൾ എന്ന് വെച്ചാൽ റെഡി ആയിട്ടിരിക്കും. ഐ നോ നിങ്ങൾ പല ആൾക്കാരും പലരും ജോലി ചെയ്യുന്നുണ്ട്, പലരും കിച്ചണിലാണെന്നൊക്കെ അറിയാം. ബട്ട് സ്റ്റിൽ റെഡി ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എന്തായാലും എന്ത് ചെയ്യാം, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് വരാം. ഓക്കെ, സോ ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഐ ഹാവ് ടു ഷോ യു എവറിത്തിങ്. ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്നതിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ഹൈ വാല്യൂ മാൻ ആയിട്ട് മാറാം, ഹൈ വാല്യൂ വുമൺ ആയിട്ട് മാറാം. അതായത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. രണ്ടാളുടെയും വാല്യൂസിൽ എന്താ പറയുക, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ ബേസ് ചെയ്തിട്ട് ചില പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചില പ്രയോറിറ്റീസ്. സോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ സ്റ്റാൻഡേർഡ്സ്, ഐഡന്റിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എന്താണ്? നമ്മൾ നിലവാരം സെറ്റ് ചെയ്യുക. എൻ്റെ നിലവാരം ഇതാണ്. നമ്മൾ അധികം ആൾക്കാർക്കും ഉള്ളതെന്ന് വെച്ചാൽ താഴ്ന്ന നിലവാരമാണ്. എന്തും അഡ്ജസ്റ്റ് ചെയ്യും, എന്ത് തോന്നിവാസവും അഡ്ജസ്റ്റ് ചെയ്യും, ഏത് ജീവിത നിലവാരവും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ചില ജീവിത നിലവാരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ചിലതിൽ നമ്മൾ എന്താ വെച്ചാൽ ഹൈ വാല്യൂ കൊണ്ട് നടക്കണം. ഈ ഹൈ വാല്യൂ ലിവിങ് എന്ന് പറഞ്ഞ് ഹൈ വാല്യൂ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അഹങ്കാരികളാവാതെ പോകുന്നത് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ അഹങ്കാരികളായി ഹംബിൾനെസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. ഹൈ വാല്യൂ ലിവിങ് സെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലാവാതെ വന്നേക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, എനിക്ക് ഇതിനപ്പുറത്തേക്ക് താഴേക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ വാല്യൂ, വളരെ നല്ല മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈ വാല്യൂ ലിവിങ് പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ ഒരു ഹൈ വാല്യൂ മാൻ ഉണ്ടാവാം, ഹൈ വാല്യൂ ലിവിങ് വുമൺ ഉണ്ടാവാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ചില നിലപാടുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലൈഫിൽ നമുക്ക് നിലപാടുകളില്ല. നമുക്ക് നിലപാടുകളില്ലെങ്കിൽ ആർക്ക് നിലപാടുണ്ടാവും? മറ്റുള്ളവർക്ക് നിലപാടുണ്ടാവും. അവരുടെ നിലപാടിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. ഹലോ, മനസ്സിലായോ? ഇപ്പൊ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്വന്തമായിട്ട് നിലപാടില്ലാത്തത് കൊണ്ട്, സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ നിലപാടിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നീക്കുന്ന ഒരാൾ, അയാൾ എന്താണ്? ഈസ് ദ വീക്കസ്റ്റ് പേഴ്സൺ. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആള് അവരാണ്. അപ്പോൾ ഹൈ വാല്യൂ പേഴ്സൺ ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ. ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ CLR. Yeah. All right. Very good. So ഹൈ വാല്യൂ ലിവിങ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ, വാട്ട് ഈസ് ഹൈ വാല്യൂ ലിവിങ്? ക്ലിയർ സ്റ്റാൻഡേർഡ്സ്. ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളായിരിക്കും, നിലവാരം നിശ്ചയിക്കും. ലിവിങ് ബേസ്ഡ് ഓൺ ക്ലിയർ സ്റ്റാൻഡേർഡ്സ്, നോട്ട് മൂഡ്സ് ഓർ ഫ്ലീറ്റിംഗ് ഇമോഷൻസ്. നമ്മുടെ വികാരത്തിനനുസരിച്ചോ തോന്നലുകൾക്കനുസരിച്ചോ നമ്മൾ ജീവിക്കാതെ നമുക്ക് വ്യക്തമായിട്ടൊരു ക്ലിയർ ഗോള് സെറ്റ് ചെയ്യുക. എനിക്ക് വേണ്ടത് ഇതാണ്, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏത് കാര്യം വരുമ്പോഴും അതിൽ എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എങ്ങനെയാണ് വേണ്ടത്, എനിക്ക് ഈ രൂപത്തിൽ വേണം. ഏതൊരു കാര്യത്തിൻ്റെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. എന്താണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്? ഞാൻ ജീവിക്കാൻ പോകുന്ന വീട് ഇങ്ങനെയായിരിക്കും, ഞാൻ ഓടിക്കാൻ പോകുന്ന കാർ ഇങ്ങനെയായിരിക്കും, ഞാൻ ജീവിക്കേണ്ട എൻ്റെ റൂം ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഞാൻ ഇത്ര മണിക്ക് എണീക്കണം. അതൊരു നിലപാടാണ്, അതൊരു നിലവാരമാണ്. ഞാൻ 5 മണിക്ക് എണീക്കണം, ഞാൻ 10 മണിക്ക് കിടന്ന് ഉറങ്ങണം. ഇതൊരിക്കലും പ്രഷറിന്റെ പുറത്തോ, ഇതൊരിക്കലും എന്താ പറയുക, വേറൊരാൾ ചെയ്യുന്നുണ്ട് അതിന്റെ പുറത്ത് ഞാനും എനിക്കും അവരെ പോലെ ആകണം, ഞാൻ അവരെ പോലെ ആയില്ലെങ്കിൽ ശരിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് എനിക്ക് സങ്കടമാണ്, അല്ലെങ്കിൽ എനിക്ക് വിഷമമാണ്, എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ, ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും അല്ല. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ജീവിതം സേഫ് ആക്കാൻ, എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ, എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഓഫ് സ്പ്രിങ്സിനെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനും വളർത്താനും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ എന്ന നിർബന്ധിതാവസ്ഥയാവാം, എന്ന എന്താ പറയുക, നമ്മുടെ ഒരു തീരുമാനം, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു തീരുമാനമാണ്. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, ദിസ് ഈസ് വാട്ട് ഐ ഡിസേർവ്, ആൻഡ് ദിസ് ഈസ് വാട്ട് മൈ ഫാമിലി ഡിസേർവ്. എൻ്റെ ഫാമിലി ഡിസേർവ് ചെയ്യുന്ന ഇതാണ്, ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഇതാണ്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ ഡിസേർവ് ചെയ്യുന്ന ഇതാണ്. എൻ്റെ ബിസിനസ് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്തേ പറ്റൂ, എങ്കിൽ മാത്രമാണ് സേഫ്റ്റി ഉള്ളൂ, എങ്കിൽ മാത്രമാണ് എന്താ വെച്ചാൽ ജീവിതം നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാല്യൂസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തായിരിക്കും? ഹി ഓർ ഷീ വിൽ സെറ്റിൽ ഫോർ ലെസ് ദാൻ വാട്ട് ദ ഡിസർവ്. അവരെന്താണോ അർഹിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള താഴേക്കിടയിലുള്ള ഒരു വാല്യൂ സിസ്റ്റത്തിൽ അവരെന്ത് ചെയ്യും? അഡ്ജസ്റ്റഡ് ആയി പോകും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമ്മളധികം ആൾക്കാർ എന്താ വെച്ചാൽ നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടും. നമുക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വേണം. ഞാൻ ആരുടെ കൂടെ കൂടണം, ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ മക്കൾ എത്ര മണിക്ക് വീട്ടിൽ കയറണം, ഓക്കെ, എൻ്റെ മക്കൾ എത്ര മണിക്ക് എണീക്കണം, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എൻ്റെ ഫാമിലി എങ്ങനെയായിരിക്കണം. സോ വി നീഡ് ടു ഹാവ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കും, ഇതൊക്കെ സ്ട്രിക്റ്റ് ആവുന്നതാണ്, അല്ലെങ്കിൽ മക്കളെ നിയന്ത്രിക്കലാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കാൻ. അത് സ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും ബാക്കിയുള്ളവർക്ക് നമ്മളെ. കാരണം നമ്മുടെ ലൈഫ് എന്തായിരിക്കും? കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, പ്ലാൻഡ് ആയിരിക്കും, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറയുന്നത്? ഇതിങ്ങനെ ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഇത് തോന്നിയ രൂപത്തിൽ പോകും. അപ്പൊ രണ്ട് രീതിയിലുള്ള
പാരന്റിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഫാമിലി ബിൽഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ അതോറിറ്റേറ്റീവ് പാരന്റിങ്, മറ്റൊന്ന് ലിബറേറ്റീവ് ഒരു 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 ലിബറേറ്റീവ് പാരന്റിങ്. അതായത് ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഒരു പാരന്റിങ് രീതിയുണ്ട്. ഫുൾ സ്വാതന്ത്ര്യം, എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എൻ്റെ മക്കൾക്ക് ഫുൾ സ്വാതന്ത്ര്യം. നമ്മുടെ ഉത്തരവാദിത്തം നിന്നൊക്കെ ഒളിച്ചോടിയിട്ട് എന്താ വെച്ചാൽ അവർക്ക് എന്താണ് തോന്നിയ രൂപത്തിൽ. എന്നാൽ അടുത്തത് എന്താണ്, നമുക്കൊന്നും ആഹ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. സോ അതേ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ നല്ലോണം നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. ലൈക്ക് അവരെ ഫാമിലി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ലൈഫ് ഭയങ്കരമായിട്ട് സഫക്കേറ്റ് ചെയ്യുക. പക്ഷെ ഇത് രണ്ടും അല്ലാത്ത ഇതിന്റെ ഇടയിലുള്ളൊരു സംഗതിയുണ്ട്, ഡെമോക്രാറ്റിക് പാരന്റിങ് എന്ന് പറയും. സ്ട്രിക്റ്റ് ആണോ, സ്ട്രിക്റ്റ് ആണ്, എന്നാൽ സ്വാതന്ത്ര്യമുണ്ടോ, സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള മനസ്സുണ്ടെന്നും വാല്യൂസ് ഉണ്ടെന്നും മൂല്യങ്ങളുണ്ടെന്നും പറഞ്ഞ് പഠിപ്പിക്കുകയും അറ്റ് ദ സെയിം ടൈം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അറ്റ് ദ സെയിം ടൈം ഫാമിലിയുടെ ഗോൾ ഇതാണ്, നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഫാമിലി ഇതാണ്, എൻ്റെ ഫാമിലി ഇതാണ്, ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഫാമിലി ഇതാണ്, കുടുംബം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു വേൾഡ് ഇതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പൊ എനിക്കെന്ത് വേണം, എൻ്റെ കുടുംബത്തിന് എന്ത് വേണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഒരു കുടുംബം എന്നുള്ള നിലക്ക് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ എന്താ പറയുക, കുടുംബനാഥൻ കുടുംബനാഥ ആൻഡ് മക്കൾ, ഇവർ ഒരുമിച്ചിരുന്ന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കണം. ആ വ്യക്തമായ ക്ലാരിറ്റിയിൽ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണം. അവിടെ ഫാമിലി ഇങ്ങനെയാണ്, ദിസ് ഈസ് മൈ ഫാമിലി, ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഇവിടെ ചിലപ്പം കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാവില്ല. ഇനി ഇനിയും കാര്യങ്ങൾ നടക്കണം, ഇനി ഇനിയും സംഗതികൾ നടക്കണം, ഇനി ഇനിയും രൂപത്തിൽ, അതിന് ഇന്ന രൂപത്തിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഒരുപാട് ഇതിലാരെങ്കിലും ഒരാൾ ഒരു ഒരു വഴിക്ക് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് പോയി, ഒരു മകനോ അല്ലെങ്കിൽ മകളോ ഡിപ്രസ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് പോയി, അവരെന്താ ആയിക്കോട്ടെ എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ലോകത്ത് അവരിയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ ശ്രദ്ധിക്കാതെ പോകാതെ, ശ്രദ്ധിക്കപ്പെടാതെ പോവാതെ അവരെ ലൈക്ക് അവർ എവറി ഡേ മീറ്റ് ചെയ്യണം. ഫാമിലിയിൽ എന്താ വെച്ചാൽ കളവ് പറയാൻ പാടില്ല. ഫാമിലിയിൽ എന്താ വെച്ചാൽ എല്ലാവരും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് നിലപാടെടുക്കും. ഇങ്ങനെയുള്ള കുറെ സ്റ്റാൻഡേർഡുകൾ, കൾച്ചർ നമ്മളുടെ ലൈഫിലും വേണം, നമ്മുടെ ഫാമിലീസിന്റെ ലൈഫിലും വേണം. പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുറേ ഒരു വ്യക്തിക്ക് ജീവിക്കാനും ഇവിടെയുള്ള അൺഫെയർ ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഈ ഒരു വേൾഡിൽ ഇവിടെ ജീവിക്കുമ്പോൾ, കാരണം മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ അല്ലേ, ഡ്രഗ്സ്, പ്രശ്നങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ളൊരു ഇവിടെയുള്ളൊരു വേൾഡിൽ നമുക്ക് എങ്ങനെ ഒരു ഫാമിലി സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക ലൈഫ് ബിൽഡ് ചെയ്യാം, നമ്മൾ എങ്ങനെയായിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? സോ യു നീഡ് ടു ഹാവ് എ സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. സോ സോ എന്താ വേണ്ടത്, ഫസ്റ്റ് എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ് മീൻസ് ലൈക്ക് ക്ലിയർ നോട്ട് മൂഡ്സ് ഓർ ഫ്ലീറ്റിംഗ് ഇമോഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്താണ് ഡിസിപ്ലിൻ ഓവർ കംഫർട്ട്. ചൂസിങ് ഡിസിപ്ലിൻ ഓവർ കംഫർട്ട് എവറി സിംഗിൾ ഡേ, ഈവൻ വെൻ ഇറ്റ് ഇസ് ഹാർഡ്. ഹൈ വാല്യൂ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടുത്തൊരു കാര്യം, നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്കെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഒരു കാര്യം ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം. നമ്മൾ കംഫർട്ട് ചൂസ് ചെയ്യില്ല, നമ്മൾ ഡിസിപ്ലിൻ ചൂസ് ചെയ്യുക. ഹൈ വാല്യൂ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ വാല്യൂ ലിവിംഗ് പേഴ്സണായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസിപ്ലിൻ ചൂസ് ചെയ്തേ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഡിസിപ്ലിൻ ചൂസ് ചെയ്യുക. ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിൻ ഗീവ്സ് യു ലോട്ട് ഓഫ് വാല്യൂ. ഒരു മനുഷ്യന്റെ വില നിശ്ചയിപ്പിക്കപ്പെടുന്നത് അവൻ അവന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചിട്ട്, ഫീലിങ്സിനെ നിയന്ത്രിച്ചിട്ട്, അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണോ ആ ഉത്തരവാദിത്തങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അപ്പോ ഇറങ്ങി തിരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന മനുഷ്യന് ഭയങ്കര വാല്യൂ ആയിരിക്കും, ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. ഒരു ഹൈ വാല്യൂ ലിവിങ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നല്ല വില കൊടുക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവർ നല്ല വില കൊടുക്കാൻ അതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നമുക്ക് വില കൊടുക്കണം. നമ്മൾ നമ്മളുടെ ടൈമിന് വില കൊടുക്കണം.
നമ്മളുടെ ടൈമിനെ കുറിച്ചും നമ്മളുടെ ഡിസിപ്ലിനെ കുറിച്ചും നമ്മുടെ ഷെഡ്യൂൾസിനെ കുറിച്ചും നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. നമുക്കൊരു കൾച്ചർ വേണം. നമുക്കൊരു കൾച്ചർ ഇല്ല, നമുക്കൊരു വാല്യൂ ഇല്ല, നമുക്കൊരു ഒരു 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 പ്രോപ്പർ സിസ്റ്റം ഇല്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ടൈമിനെ വാല്യൂ കൽപ്പിക്കില്ല, നമ്മൾ നമ്മുടെ ഷെഡ്യൂളിനെ വാല്യൂ കൽപ്പിക്കില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വാല്യൂ ദെൻ ഹൂ വിൽ, ആര് വാല്യൂ കൽപ്പിക്കും? ഒരാളും നമുക്ക് വാല്യൂ തരില്ല. സോ ഇഫ് യു ഹാവ് വാല്യൂ, എനിക്ക് 11 സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്ന ഒരാളുണ്ട്. അവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അവൻ അത്രയ്ക്കും വാല്യൂ ബേസ്ഡ് ആണ്. കാര്യങ്ങൾ സത്യസന്ധമായിട്ട് സംസാരിക്കും, സ്ട്രോങ് ആയിട്ട് സംസാരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കും. അവൻ ഓൺ ടൈം ആണ്, വേർഡ്സ് കീപ്പ് ചെയ്യും, സംഗതികൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദാറ്റ്സ് വൈ ഹി ഈസ് റെസ്പെക്റ്റഡ്. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? വേർ ദർ ഈസ് യു സെറ്റ് വാല്യൂ ആൻഡ് യു ഫോളോ വാല്യൂസ്, യു ഫോളോ റൂൾസ്, യു വിൽ ബി റെസ്പെക്റ്റഡ്. അപ്പൊ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടണോ? നിങ്ങൾ നിങ്ങളുടെ ടൈമിന്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. ഓക്കെ, ക്ലിയർ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ഇഫ് ഇറ്റ് ഈസ്, ഇത്രയും പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആണോ? ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഓക്കെ, ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് അമേസിംഗ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ജസ്റ്റ് കമന്റ് ഡൗൺ ഇഫ് ഇറ്റ് ഈസ് അമേസിംഗ്. If it is interesting, just comment down yes. Okay, yeah. Okay, സോ നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ പറയുക. അതേപോലെ രഞ്ജിത്ത് നമ്മളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചാൽ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യം ജസ്റ്റ് എന്ന് വെച്ചാൽ വീണ്ടും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന സെഷനാണ്. പെട്ടെന്നാണ് സെഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ അനൗൺസ്മെന്റ് ഇന്നലെ ഈവനിങ്ങിലാണ് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള ടീം മെമ്പേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ്സ് ഡു ദിസ് പ്രോഗ്രാം. നമ്മളുടെ മീറ്റപ്പ് വരാൻ പോകുന്നുണ്ടല്ലോ. സോ മീറ്റപ്പിന് മുൻപ് ഒരു അടിപൊളി ഒരു പ്രോഗ്രാം നമ്മുടെ ടീം മെമ്പേഴ്സിനെ കൊടുക്കാം. സോ എല്ലാവരെയും ഒന്ന് ലൈവ് ആക്കി എടുക്കാം. ദെൻ ലെറ്റ്സ് ഇൻവൈറ്റ് ദം ഫോർ ദ മീറ്റപ്പ് ആസ് വെൽ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു ടോപ്പിക്സിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും ഓഫ്ലൈൻ ഇവന്റിൽ. നമ്മൾ വൺ ഡേ പ്രോഗ്രാമിൽ, വൺ ഡേ ഹീലിംഗ് പ്രോഗ്രാം എത്ര പേര് രജിസ്റ്റർ ചെയ്തു? ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആർ രജിസ്റ്റേഡ്. കുറച്ച് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ആൾക്കാർ, കാലിക്കറ്റ് അന്നത്തെ ഇവന്റിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരൊക്കെ മീന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഓൺ മീ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഓൺ. ഐ വാണ്ട് ടു നോ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ന് വെച്ചാൽ ഹൈ വാല്യൂ ലിവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോവാണ്. We will be promoting this culture. We'll be talking about more about this, high value living, healing സംസാരിക്കും, high value living സംസാരിക്കും. Okay, and then we will be also talking about dreams, goals, manifestations, living your dreams. Okay, so അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. പക്ഷെ അതിലേക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴി നമ്മൾ എന്താ വെച്ചാൽ, യെസ്, very good, Rahib is coming, very good, Sayaf is coming, Abida is coming. Is there anyone else? Just comment on. പരമാവധി ആൾക്കാർ വരാൻ പറ്റുന്നവർ എല്ലാവരും വരാൻ ശ്രമിക്കും. ബിക്കോസ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് വലിയ രീതിയിൽ എന്താ വെച്ചാൽ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ആയിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അന്നത്തെ ഒരു വൺ ഡേ ഹീലിംഗ് പ്രോഗ്രാം പ്ലസ് ഹൈ വാല്യൂ ലിവിങ്ങിന്റെ ട്രെയിനിങ്സ്, ഗോൾ സെറ്റിംഗ് പ്രോസസ്, മറ്റുള്ള സംഗതികളൊക്കെ അതിലുണ്ടാകും. ഒരു ഇൻട്രസ്റ്റിംഗ്, അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങണം. ഗ്രൂപ്പിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കാം ആ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് അത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ലെറ്റ് ദം ഹാവ് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? ഹൈ വാല്യൂ ലിവിംഗിൽ പ്രധാന 2 പോയിന്റ് പറഞ്ഞു അല്ലെ? ഡിസിപ്ലിൻ ഓവർ കംഫർട്ട്. അടുത്തതാണ് സെൽഫ് റെസ്പെക്ട്. ആക്ടിങ് ഫ്രം സെൽഫ് റെസ്പെക്ട്, നോട്ട് വാലിഡേഷൻ. യുവർ വർത്ത് കംസ് ഫ്രം വിത്തിൻ. അതായത് നിങ്ങൾക്ക് ഓക്കെ, മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ടിന് പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക.
നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക, നോട്ട് ബേസ്ഡ് ഓൺ വാലിഡേഷൻ. അതായത് പുറത്തു നിന്ന് ഏഹ്, ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നമ്മളോടൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവണം. അതിൽ നിന്നായിരിക്കണം നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? വേറൊരാളുടെ നിന്ന് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ആൾക്കാരുടെ അടുത്ത് നിന്ന് റെസ്പെക്ട് കിട്ടാനല്ല, നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്ട്. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണോ, നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണോ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു വിഷൻ ഉണ്ട്, ആ വിഷനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ മറ്റുള്ളവര് നമുക്ക് നമ്മളുടെ അപ്പൊ അവിടെ അത് നടക്കണമെങ്കിൽ എന്താ ചെയ്യണം? നമ്മൾ ഒരുപാട് ഹീലിംഗ് ചെയ്യണം. ഒരുപാട് ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് വേറൊരാളുടെ അപ്രീസിയേഷൻ ആവശ്യമില്ല, വാലിഡേഷൻ ആവശ്യമില്ല. നമുക്ക് കിട്ടേണ്ട എല്ലാ സ്നേഹവും പരിഗണനയും കാര്യങ്ങളും കിട്ടാതെ പോയതെല്ലാം ഹീൽ ചെയ്ത് നമ്മൾ നമുക്ക് കൊടുത്ത് നമ്മളുടെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ അപ്രീസിയേഷനോ വേറൊരാളുടെ വാലിഡേഷനോ വേറൊരാളുടെ പുറത്തുനിന്ന് ഒരാളുടെ കയ്യടിയോ നമുക്ക് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യും. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും നമ്മുടെ എന്താ പറയുക വാല്യൂ കുറഞ്ഞിട്ടുള്ള സംഗതികളിലേക്ക് നമ്മൾ അങ്ങോട്ട് യെസ് പറഞ്ഞു പോകില്ല. അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകില്ല, മോശം കാര്യങ്ങളിലേക്ക് പോകില്ല, നമുക്ക് കുറ്റബോധം തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകില്ല. നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകും. സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകും. വി വിൽ ചൂസ് ദ പീപ്പിൾ. ആര് എൻ്റെ കൂടെ വേണം, ആരെൻ്റെ കൂടെ വേണ്ട. ക്ലിയർ ആണോ? ഞാൻ ഏതൊക്കെ രീതിയിലുള്ള കൂട്ടുകെട്ടാണ് കൊണ്ടു നടക്കേണ്ടത്, ഞാൻ ഏതൊക്കെ കൂട്ടുകെട്ട് പാടില്ല. ബൗണ്ടറി സെറ്റ് ചെയ്യും. എവിടെ ഞാൻ നോ പറയണം, എവിടെ ഞാൻ നോ പറയണ്ട, അല്ലെങ്കിൽ എവിടെ ഞാൻ എസ് പറയണം. അപ്പൊ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക എന്ന് പറയുന്നത്, ആ കപ്പാസിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ ബൗണ്ടറിയാണ്. ഇത് റെഡ് ഫ്ലാഗ് ആണ്, ഇത് ഗ്രീൻ ഫ്ലാഗ് ആണ്. ഓക്കെ, ഇതിനോട് എനിക്ക് എസ് പറയാം, ഇതിനോട് എനിക്ക് റെഡ് ഫ്ലാഗ് ആണ്, ഇതുകൊണ്ട് ഇതിനോട് നോ പറയാം. ഇതെനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, ആ വേണ്ട എന്ന് പറയുമ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഐ എം നോട്ട് മിസ്സിങ് എനിത്തിങ്. എനിക്ക് ഒന്നും മിസ്സാകുന്നില്ല, ഞാൻ സേഫ് ആണ്, ഞാൻ ഓക്കെയാണ്, ദിസ് ഇസ് ഇനഫ് ഫോർ മീ എന്ന് പറയാനുള്ള ഒരു തൻചേട്ടമുണ്ടല്ലോ, ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് നൽകുന്ന സേഫ്റ്റി ഒരുപാടാണ്. അനാവശ്യമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൈസ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നു. അപ്പൊ നമ്മളവിടെ ഒരു ഡിസിപ്ലിൻ വരികയാണ്. അതെനിക്ക് വേണോ? ഇതെനിക്ക് ലോങ് ടേമിൽ ബെനിഫിറ്റ് ചെയ്യൂ? അല്ല ഇപ്പൊ എനിക്കൊരു തോന്നലിന്റെ പുറത്ത്, ഒരു മൂഡിന് പുറത്ത്, ഒരു ആഗ്രഹത്തിന് പുറത്ത് ചുമ്മാ വാങ്ങിക്കുകയാണോ? അതല്ല ജസ്റ്റ് എനിക്കിപ്പോ വേണ്ട, നോ. നോ പറയാൻ കഴിയണം. ഒരുപാട് കാര്യങ്ങളോട് നോ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളോട് മാത്രം യെസ് പറയാനുള്ള കപ്പാസിറ്റി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കപ്പാസിറ്റിയാണ്. കുറച്ച് ഗോളുകൾ മതി, കുറച്ച് കാര്യങ്ങൾ മതി. ലെസ് ഈസ് മോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലിവിങ് ഉണ്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ട്, കുറച്ചുകൂടെ അച്ചടക്കത്തോട് കൂടിയിട്ട്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടിയിട്ട്, നമ്മുടെ ആഗ്രഹങ്ങളുടെ ഉള്ളിൽ ഇത് വെറും ആഗ്രഹങ്ങളാണെന്നും ഇത് താൽക്കാലികമായിട്ട് വരുന്നതാണെന്നും ഇത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ് എന്നുള്ളത് കാര്യങ്ങൾ എന്താണോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മളുടെ മെറ്റാ കോഗ്നേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മെറ്റാ തിങ്കിങ് എന്ന് പറയും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഓക്കെ ശരി, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് റീസൺ, അതുകൊണ്ട് ഇത് ഈ ഒരു ഇമോഷനിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സംഗതി. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രീം ആയിട്ട് പോകരുത്. ഹൈ വാല്യൂ ലിവിങ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രീം ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ആൾസോ എ പ്രോബ്ലം. എപ്പോഴും വേണ്ടത് ബാലൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് സാധാരണക്കാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ ഒരു സൈക്കോ ലെവൽ എക്സ്ട്രീം ആവരുത്. ഏത് അക്ക് ഭ്രാന്താണ്, അക്ക് വട്ടാണ്. ലൈക്ക് നമ്മളെപ്പോഴും ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണെന്നും നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ
തീർച്ചയായിട്ടും ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും പ്രാക്ടിക്കൽ റിയാലിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ നമ്മളിലേക്ക് വാല്യൂസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. സോ ഇഫ് യു ഹാവ് ദ റൈറ്റ് വാല്യൂസ് യു വിൽ ബി സക്സീഡ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സെൽഫ് ഡിസിപ്ലിൻ ഒരു അപ്പൊ ഇത് നമ്മൾ ഈ ഹീൽ ചെയ്യാതെ ഈ ഹൈ വാല്യൂ ലിവിങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. ഹീലിങ്ങും ഹൈ വാല്യൂ ലിവിങ്ങും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ബിക്കോസ് നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഇമോഷൻസ് എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആവുള്ളൂ, നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. ഈ ഇമോഷൻസ് ആണ് ഹൈ വാല്യൂ ലിവിങ്ങിന്റെ ഏറ്റവും വലിയ ശത്രു. ഇമോഷണൽ ഇംബാലൻസ്, ഹോർമോണൽ ഇംബാലൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഇമോഷണലി നിങ്ങൾ വീക്കാണ്, ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും എന്തായിരിക്കും, യുനോ ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഹൈ വാല്യൂ ലിവിങ്ങിൽ പറയുന്ന സ്റ്റാൻഡേർഡുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഹീലിംഗ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണെന്ന് വെച്ചാൽ ഹൈ വാല്യൂ ലിവിങ്. അപ്പൊ നിങ്ങൾ ഹീൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒരു 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 ക്ലയന്റ് എന്നോട് സംസാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ലേഡി, അവർക്കൊരു എന്താ പറയുക അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായി. അപ്പൊ അവര് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല, അവർക്ക് ഇപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി, പ്രശ്നങ്ങളായി. പക്ഷെ അവർ ഹീൽ ചെയ്തപ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു. അവർക്ക് നോ പറയാൻ പറ്റുന്നുണ്ട്, അവരുടെ വാല്യൂസ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നോ പറയാൻ പറ്റുന്നുണ്ട്. അതിനു മുൻപ് ബൗണ്ടറി ഇല്ലാതെ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇവരോട് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് വിഷമാവില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വെച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള നോ പറയാൻ കഴിയാത്ത അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവർ തീരുമാനമെടുത്തു, നോ ഷീ ക്യാൻ സേ യെസ്. എന്നിട്ടൊരു ഹൈ വാല്യൂ സെറ്റ് ചെയ്തു, ഐ വാണ്ട് ടു ലിവ് ലൈക്ക് ദിസ്. ക്ലിയർ ആണോ പറയുന്നത്? സോ ദെൻ ദാറ്റ് ഇസ് ഡിസൈഡഡ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, യു ഹാവ് ടു ഹീൽ, ദെൻ ദാറ്റ് വിൽ ഡിസൈൻ. ഓക്കെ, സോ സെൽഫ് റെസ്പെക്ട് ആൻഡ് പർപ്പസ് ആൻഡ് ഗ്രോത്ത്. അടുത്തത് എന്താ, ഒരു മിഷൻ ഉണ്ടാകും, ഒരു പർപ്പസ് ഉണ്ടാകും. ബിൽഡിംഗ് എ ലൈഫ് ഓഫ് പർപ്പസ്, ഗ്രോത്ത് ആൻഡ് കോൺട്രിബ്യൂഷൻ ദാറ്റ് ഔട്ട് ലാസ്റ്റ് ട്രെൻഡ്. അതായത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനോടുകൂടി മുന്നോട്ട് പോവുക. എ ക്ലിയർ വിഷൻ, ഒരു പാരലൽ വേൾഡ് തന്നെ ബിൽഡ് ചെയ്യുക. ഇവിടെ ഈ ഒരു ലോകം ജീവിക്കുന്ന ജീവിതമുണ്ട്, ഈ ജീവിക്കുന്ന ജീവിതത്തിനപ്പുറത്തേക്ക് എന്താ വെച്ചാൽ എന്ത് ചെയ്യുന്നു, ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് എൻ്റെതായിട്ടുള്ള ഞാൻ ജീവിക്കാൻ പോകുന്ന ജീവിതം ഇതാണ്. ദിസ് ഈസ് മൈ വിഷൻ, ദിസ് ഈസ് മൈ പർപ്പസ്. എൻ്റെ ലൈഫിന്റെ പർപ്പസ് ഇതാണ്. ഞാൻ ജനിച്ചു വീണതിനും ഇവിടെ ജീവിക്കുന്നതിനും ഒരു അർത്ഥമുണ്ട്, അതിതാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് എന്താ പറയുക, പർപ്പസ്, അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു രീതി, അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ പർപ്പസ് വേണം, വിഷൻ വേണം, വാല്യൂസ് വേണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, വിഷൻ, പർപ്പസ്, മിഷൻ ആൻഡ് വാല്യൂസ്. കോർ വാല്യൂസ് വേണം ഒരു വ്യക്തിക്ക്. ഇതെന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ മോർ എന്ന് കമന്റ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എന്താണ് വിഷൻ, പർപ്പസ്, വാല്യൂസ്? അതായത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നമ്മുടെ ലൈഫിൽ 3 വാല്യൂസ് നമ്മൾ, അല്ലെങ്കിൽ എന്താ പറയുക, കോർ വാല്യൂസ് നമ്മൾ കൊണ്ടു നടക്കണം. 3 അല്ല, കോർ വാല്യൂസ് കൊണ്ടു നടക്കണം. കോർ വാല്യൂസിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മിഷൻ കാണുക, ഒരു വിഷൻ കാണുകയാണ്. വിഷൻ എന്താ? വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, ഞാനിവിടെ ജീവിക്കുമ്പോൾ ഏത് ജീവിതമാണ്
അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഏത് ജീവിതമാണ് ജീവിക്കേണ്ടത്, അതിൻ്റെ ഒരു ബിഗ് പിക്ചർ കാണുക, ഭാവിയിലുള്ള ഒരു പിക്ചർ കാണുക. എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഫാമിലി ഇങ്ങനെ ആയിരിക്കണം, അവർക്ക് ഇങ്ങനെ റെസ്പെക്ട് ഉണ്ടാവണം, അവർക്ക് ഇത്ര വെൽത്ത് ലഭിക്കണം, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ മക്കളെ ഇന്ന സ്ഥലത്ത് പഠിക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് ആഗ്രഹങ്ങൾ മുഴുവൻ എഴുതി വെക്കുക. ജസ്റ്റ് റൈറ്റ് ഡൗൺ എവറിത്തിങ്, ഒരു വിഷൻ കാണുക. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കരിയറിൽ, ബിസിനസ്സിൽ, മേഖലയിൽ നല്ലോണം ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ ഏതെല്ലാം മാറ്റങ്ങൾ നിങ്ങളുടെ നാടിനുണ്ടാകും, നിങ്ങൾക്കുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകും. സോ ആ മാറ്റം, വിഷൻ എന്ന് പറയുന്ന ഒരു ചേഞ്ച് ആണ്. നിങ്ങൾ സെർട്ടൺ രീതിയിലൂടെ ജീവിച്ചാൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ ലൈഫിലും എന്തെല്ലാം മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ ഈവൻ ഈ ലോകത്ത് തന്നെ ചില മാറ്റങ്ങൾ. അപ്പൊ അത് എത്ര കണ്ട് വലിയ രീതിയിലുള്ള വിഷനാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ദ തിങ് ഈസ്, ഏത് ലൈഫ് സ്റ്റൈലാണ് ഒരു എൻഡ് ഗോള്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്താണ്, അത് ക്ലിയർലി ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്താണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പണ്ടൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, നമുക്കൊക്കെ ഒരു കൾച്ചർ ഉണ്ട് അല്ലേ? മലയാളിയെ പോലെയാണോ അമേരിക്കക്കാരൻ? അല്ല. മലയാളിക്ക് മലയാളി ആവുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട്. സോ നിങ്ങളുടെ ഓൺ കൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കൾച്ചർ വേണം. നിങ്ങൾക്കൊരു മലയാളി ഇന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ, മലയാളി ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എന്താണ്, നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ബെറ്റർ ഫ്യൂച്ചർ ആയിരിക്കണം, അതൊരു ബെറ്റർ ലൈഫ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ന് വെച്ചാൽ ഓൾറെഡി മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും, മതപരമായിട്ടുള്ള ചിട്ടയോട് കൂടി ജീവിക്കണം. അതൊരു ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, വിഷനാണ്. നിങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് മുറുകെ പിടിക്കണം. ട്രഡീഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാരമ്പര്യമായിട്ടുള്ള നിങ്ങളുടെ വാല്യൂസ് മുറുകെ പിടിക്കണം. നിങ്ങളുടെ അച്ഛനമ്മമാരായിട്ടുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ആൾക്കാർ കൊണ്ടു നടന്നിട്ടുള്ള മൂല്യങ്ങൾ മുറുകെ പിടിക്കണം, അത് നിലനിർത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ, അതൊരു സംഗതി, ഒരു കൾച്ചർ, ഒരു ഐഡന്റിറ്റി, ഇന്ന ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. ഫാമിലിക്ക് ഇപ്പോൾ ഒരു ചീത്ത പേരുണ്ട്, അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു പുതിയൊരു ഐഡന്റിറ്റി വേണം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് മൈറ്റ് ബി എൻ ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡന്റിറ്റി ആവാം, നിങ്ങളുടെ എന്താ പറയുക, കൾച്ചർ ആവാം, കൾച്ചർ ലെവലുള്ള ട്രഡീഷണൽ വാല്യൂസ് ആവാം. അതല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചില വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ഒരു ജീവിതം, അതിൽ ഇന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ഈ രൂപത്തിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് യു ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ചത് ഇതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാകണം, ഞാൻ അനുഭവിച്ചത് വേറെ ആരും അനുഭവിക്കരുത്, ലോകത്ത് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമാകാം. എന്തിൽ നിന്നായിക്കോട്ടെ, യു സീ എ വിഷൻ, എ ഫ്യൂച്ചർ, എ ചേഞ്ച്ഡ് ഫ്യൂച്ചർ. നിങ്ങൾ പ്രത്യേക രീതിയിൽ ജീവിക്കാൻ പോകുന്നത് കൊണ്ട്, നിങ്ങൾ പ്രത്യേക രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾ പ്രത്യേക രീതിയിൽ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ചുറ്റിലോ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലോ ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഹ്യൂജ് ഇമ്പാക്ട്, ഒരു വലിയ തരത്തിലുള്ള ഒരു എന്താ പറയുക മാറ്റം. ഈ മാറ്റം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചില വാല്യൂസ് മുറുകെ പിടിക്കുന്നുണ്ട്, നമ്മൾ മക്കളിൽ ഇന്ന മാറ്റം ഉണ്ടാവും, എന്നിൽ ഇന്ന മാറ്റം ഉണ്ടാവും, നമ്മുടെ പാർട്ട്ണറിൽ ഇന്ന മാറ്റം ഉണ്ടാവും, നമ്മുടെ ഫാമിലി ചില റൂൾസ് കൊണ്ടുവരുന്നത് കൊണ്ട്, ചില എന്താ പറയുക വാല്യൂസ് കൊണ്ടുവരുന്നുണ്ട്, ഇന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടാകും. സോ ആ ഒരു ബിഗ് പിക്ചർ കാണുക. മനസ്സിലായോ? എ ചേഞ്ച്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് എന്ത് മാറ്റമാണോ വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം നിങ്ങളായി തീരുക. ആൻഡ് ദാറ്റ് ഈസ് എ സിമ്പിൾ എക്സ്പ്ലനേഷൻ, ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ഓഫ് ഹാവിങ് എ വിഷൻ. ഒരു വിഷൻ നമ്മൾക്ക് ഉണ്ടാകുന്നതിന് നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടല്ലോ, മാറ്റം ഉണ്ടാകണം എന്നുള്ളത്. ഇങ്ങനെ മാറ്റം ഉണ്ടാകണം എന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചത് കൊണ്ടും ബെറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നത്. ഈ ലോകം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിഷൻ കണ്ടതുകൊണ്ട്, അല്ലാതെ സാധാരണ പല ആൾക്കാരെയും പോലെ എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തോ ആയി പോയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇന്നിപ്പോ കേരളത്തിൽ നമ്മൾ ഇലക്ഷൻ കടന്നു അല്ലെ, ഒരു വിഷൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ പാർട്ടി പറയുന്നതിനനുസരിച്ച് മാത്രം വോട്ട് ചെയ്യുന്ന, പാർട്ടി പറയുന്നതിനനുസരിച്ച് മാത്രം
അല്ലെങ്കിൽ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ഒരു പ്രത്യേക ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ആദർശം പറയുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡിങ് നടന്നതിന്റെ പേരിലോ ഉള്ളിലേക്ക് കുത്തിവെക്കപ്പെട്ടതിന്റെ പേരിലോ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതിന്റെ പേരിലോ ഒക്കെ വോട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന കാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്നു. UDFിനാണ് പണ്ട് മുതലേ ഫാമിലി എല്ലാം വോട്ട് ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു എന്ന് ചെയ്തു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓക്കെ വി നീഡ് ടു ഹാവ് എ വിഷൻ, എ ചേഞ്ച് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദേ ആർ ബിൽഡിങ് സർട്ടൻ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ. അവർ വേറെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നവരാണ്. അവർക്ക് കൺട്രോൾ ഉണ്ട്, അവർക്കറിയാം അവർക്ക് എന്താ വേണ്ടത്. അവർ ഇമോഷണലി അല്ല തീരുമാനം എടുക്കുന്നു, ലോജിക്കലി തീരുമാനം, പ്രാക്ടിക്കലി തീരുമാനം എടുക്കുന്നു, റിയലിസ്റ്റിക്കലി തീരുമാനം എടുക്കുന്നു. ആൻഡ് ദേ ക്രിയേറ്റഡ് എ ന്യൂ ഷിഫ്റ്റ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൻ്റെ അതൊരു സിസ്റ്റമാണ്. നമുക്കൊരു സിസ്റ്റം വേണം. എന്താ സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് ചില പ്രത്യേക വിഷൻ കണ്ടിട്ട് ആ പ്രത്യേക വിഷനിൽ ബേസ് ചെയ്തുകൊണ്ട് കോർ വാല്യൂസ് സെറ്റ് ചെയ്ത് അതിൽ ഓരോ ഈ കാര്യങ്ങളും എങ്ങനെയൊക്കെ നടക്കണം എന്ന് വ്യക്തമായിട്ടുള്ള ഒരു കെയ്ഡർ മോഡൽ സിസ്റ്റം. അതായത് റൂൾസും റെഗുലേഷൻസും വാല്യൂസും ഒക്കെയുള്ള ഒരു പ്രത്യേക നിലപാടുള്ള, സ്റ്റാൻഡേർഡുള്ള, ബെഞ്ച് മാർക്കുള്ള, ബൗണ്ടറീസ് ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ. അത് ജീവിക്കുക. അതിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ സേഫ് ആവുക, മക്കൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരേണ്ട, സ്ട്രോങ് ആൻഡ് എംപവേർഡ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ഫാമിലി ബിൽഡ് ചെയ്യുക. അത്തരത്തിൽ നമ്മളും ആയി മാറുക. വി ബിക്കം എൻ എക്സാമ്പിൾ. എന്താണ്? ഇസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ബട്ട് ക്യാൻ വി ബിൽഡ് ഇറ്റ്? യെസ്, വി ക്യാൻ ബിൽഡ് ഇറ്റ്. ഹൗ ഡു വി ഗോണ ബിൽഡ് ഇറ്റ്? വി ഹാവ് ടു ഹാവ് എ വിഷൻ. അതിനെന്ത് ചെയ്യണം? ഒരു വിഷൻ കാണണം. ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? എത്ര പേർക്ക് ഇത് റെലവെന്റ് ആണെന്ന് മനസ്സിലാകുന്നത് ഇന്നത്തെ കാലത്ത്? കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇമോഷൻസ്, അഡിക്ഷൻസ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഡിസ്ട്രാക്ഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഡേഞ്ചറസ് ആയിട്ട് ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ആൾക്കാർ, ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ, ഒരു കറക്റ്റായിട്ട് കാര്യം ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ. ഇപ്പൊ ഞാനൊരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സുകളുണ്ട്. ഈ മൾട്ടിപ്പിൾ പ്രോജക്ട്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കമ്പനികൾ റൺ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരെയും കാണുമ്പോൾ, പല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരിൽ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി ഇല്ല. ജെൻസി ആയിട്ടുള്ള പിള്ളേർ കൺസിസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. ഇത് അവർക്ക് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞിരിക്കുന്ന മൂത്ത അല്ലെങ്കിൽ എന്താ പറയുക പഴയ ആൾക്കാർക്ക് പോലെ 80s കിഡ്സിനും 90s കിഡ്സിനും വരെ ഇഷ്യൂസ് ഇപ്പോഴുണ്ട്. പക്ഷേ ജെൻസി കിഡ്സ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ബിൽഡ് ചെയ്യണം. നമ്മൾ 80s and 90s കിഡ്സിലുള്ള ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ജനറേഷന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. ബിക്കോസ് അവർ പിറന്ന് വീണിരിക്കുന്നത് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുന്ന, കൺസ്യൂമറിസം ബിൽഡ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഇമോഷണലി ലീഡ് ചെയ്തു പോകുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന, സെൽഫ് ഡിസിപ്ലിൻ തീരെയില്ല. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. ഇത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്താണ് വിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഒരു വിഷൻ കാണുക. അതിലെന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫ് എന്താണ് വേണ്ടത് അതെല്ലാം അതിലേക്ക് എന്ത് ചെയ്യണം? കോർ വാല്യൂസ് സെറ്റ് ചെയ്യുക. കോർ വാല്യൂസ് വിഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വാല്യൂ ആണ് ഞാൻ മുറുകെ പിടിക്കേണ്ടത്? എൻ്റെ ആ വിഷനിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കേണ്ട വാല്യൂസ് എന്താണ്? എൻ്റെ ഫാമിലി ഞാൻ കീപ്പ് ചെയ്യേണ്ട വാല്യൂസ് എന്താണ്? ഒന്ന്, റെസ്പെക്ട് ഫോർ എവ്രി വൺ. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. അത് കിഡ്സ് ആണെങ്കിലും ശരി. മനസ്സിലാവുണ്ടോ? പഴയ ഫാമിലിയുടെ പ്രശ്നം എന്താ? കിഡ്സിനെ റെസ്പെക്ട് ചെയ്യില്ല. അപ്പൊ പഴയ വാല്യൂസിൽ നിന്ന് മാറ്റിയിട്ട് കിഡ്സിനെയും റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുക. അടുത്തത് എന്താ? ഹോണസ്റ്റി, സത്യസന്ധത. വീട്ടിൽ എപ്പോഴും സത്യസന്ധത വേണം. അടുത്തത് എന്താണ്? വീട്ടിലുള്ളവർ എല്ലാവരും ഹീലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ടോക്സിക് ആവാൻ പാടില്ല. നോട്ട് ടോക്സിസിറ്റി, ഓൺലി പോസിറ്റിവിറ്റി. അതൊരു വാല്യൂ ആണ്. അടുത്തത് പ്രേയർ, പ്രാർത്ഥിക്കണം. അതൊരു വാല്യൂ ആണ്.
നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് നമ്മൾ ഹമ്പിൾ ആയിരിക്കണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ലൈഫിൽ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഒരു ഇത്ര മണിക്ക് എണീറ്റ് അത് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഹെൽത്ത് ശ്രദ്ധിക്കണം. എവ്രി വൺ ഷുഡ് ബി ഹെൽത്തി, എവ്രി വൺ ഷുഡ് ഹാവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം, ഹെൽത്തി ആയിട്ട് ഉറങ്ങണം, ഹെൽത്തി ആയിട്ടുള്ള റുട്ടീൻ വേണം. ക്ലിയർ ആണോ? അപ്പൊ ഇത്ര സമയത്ത് ഉറങ്ങണം, ഇത്ര സമയത്ത് എണീക്കണം, ലൈക്ക് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ഈ വാല്യൂസ് ഇല്ലെങ്കിൽ അത് സംഭവിക്കുക, ഇത് ഫാമിലി കുടുംബനാഥനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കുടുംബനാഥനായിട്ടുള്ള ഒരാൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ ഒരിക്കലും ഇത് ഫോളോ ചെയ്യില്ല. ബിക്കോസ് ദേ ആർ കിഡ്സ്. സോ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ കൂടെ ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യണം. ഇനി ഒരാൾ ബിൽഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യണം, നമ്മളത് ഫോളോ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, മറ്റുള്ളവർ ഇതിലേക്ക് പതിയെ ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പഠിപ്പിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരും. അത് ഒറ്റയടിക്ക് പിടിച്ചവരെ എന്താ പറയുക ഫോഴ്സ് ചെയ്യുകയോ അതിന്റെ പേരിൽ പ്രഷർ ഉണ്ടാക്കുകയോ അതിന്റെ പേരിൽ അവരെ പണിഷ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല. അതല്ലാതെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. പക്ഷെ ഇതിങ്ങനത്തെ സംഗതി ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലേറ്റർ സ്റ്റേജിൽ യു ആർ ബിൽഡിങ് പീപ്പിൾ വിത്ത്, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ എന്താ പറയുക, ബിൽഡിംഗ് വിത്ത് പീപ്പിൾ വിത്ത് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ബിൽഡിംഗ്. ക്ലിയർ ആണോ? അത് അവർക്ക് കച്ചവട കൊടുക്കും ഉണ്ടാക്കും. അത് അവർക്ക് ഇന്ന് എത്രയോ പാരൻസ് ഉണ്ട് സ്വാതന്ത്ര്യം കൊടുത്തു എന്നെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നവർ. എന്നെ നിങ്ങൾ ഗൈഡ് ചെയ്തില്ല, എന്നെ ശ്രദ്ധിച്ചില്ല, എന്നെ വേണ്ട രീതിയിൽ എന്ത് വെച്ചാലും ഡിസിപ്ലിൻ ആക്കില്ല, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല, എന്നെ നിങ്ങളാണ് നശിപ്പിച്ചത് എന്ന് പാരൻസിനെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ എന്താ കാര്യം? ഡിസിപ്ലിൻ ആക്കേണ്ടടുത്ത് ഡിസിപ്ലിൻ ആക്കണം, കൺട്രോൾ ചെയ്യേണ്ടടുത്ത് കൺട്രോൾ ചെയ്യണം. നാളെ അവർ അതിനെന്ത് ചെയ്യും, നന്ദി പറയും. എന്നതിനർത്ഥം അവരെ ഫിസിക്കലി ടോർച്ചർ ചെയ്യരുത്, മെന്റലി ടോർച്ചർ ചെയ്യരുത്, അവരോട് കാര്യങ്ങൾ പറയാം. മനസ്സിലാകുന്നുണ്ടോ? സോ അവിടെ എന്ത് വേണം, എഴുതി വെച്ചോളൂ, വിഷൻ വേണം, അതിനനുസരിച്ച് കോർ വാല്യൂസ് വേണം. അതേപോലെ വേണ്ടതാണ് കോർ ആയിട്ടുള്ള വാല്യൂസ് പറഞ്ഞതുപോലെ തന്നെ അത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതേപോലെ കുറച്ച് ഹാബിറ്റ്സുകൾ, റുട്ടീൻസ് വേണം. ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻസ്. അടുത്തത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം, നിയമങ്ങൾ വേണം. ഇതിവിടെ പറ്റും, ഇതിവിടെ പറ്റൂല. ക്ലിയർ ആണോ? ഇതിവിടെ പറ്റും, ഇതിവിടെ പറ്റൂല. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരണം. ലൈക്ക് നോട്ട് വീട്ടിൽ മാത്രമുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. ലൈക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫിലുള്ള കാര്യങ്ങൾ എന്തുവാ, ഞാൻ ഇത് ചെയ്യാൻ പാടുണ്ട്, ഞാൻ ഇത് ചെയ്യാൻ പാടില്ല, ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ ഇത് ചെയ്യും. ഡിഫൈൻ ഇറ്റ്. അതെന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു, കോർ വാല്യൂസ് പറഞ്ഞു, കൾച്ചർ പറഞ്ഞു, ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻസ് പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? ഓക്കെ, ചില കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ പോലെ. അതായത് ബെഡ് നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് മടക്കി വെച്ചിരിക്കണം. ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് മടക്കി വെച്ചിരിക്കണം, വീട് വൃത്തിയാക്കിയിരിക്കണം, റൂം വൃത്തിയാക്കിയിരിക്കണം, അവനവൻ്റെ ഡ്രസ്സ് അവനവൻ വാഷ് ചെയ്യണം, അത് അയൺ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒതുക്കി വെക്കണം, ലൈഫിലൊരു വൃത്തി വേണം. ഇങ്ങനെ കുറച്ച് ലൈക്ക് യു നീഡ് ലൈക്ക് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫോളോ ചെയ്യുക. മറ്റുള്ളവരെ ഇതിലേക്ക് നിർബന്ധിച്ച് അവരെ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവരരുത്. നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ അവർക്ക് ഇൻസ്പിറേഷനായി മാറും. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ഓക്കെ, എനിക്ക് അങ്ങനെ ആയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പറ്റും. അതേപോലെ അവരെ ഇതിലേക്ക് അവയർനെസ് കൊടുക്കണം. നമ്മൾ പറഞ്ഞിട്ട് ഒരിക്കലും കൊണ്ടുവരരുത്. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്യുന്നില്ല എങ്ങനെ ചെയ്യുന്നില്ല വഴക്ക് പറഞ്ഞിട്ടല്ല കൊണ്ടുവരേണ്ടത്. യു ക്രിയേറ്റ് എ സിസ്റ്റം, യു ഫോളോ ദാറ്റ്, ദെൻ യു ബിക്കം എ ലീഡർ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ലീഡറായി മാറും. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. പ്ലസ് നിങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ, പ്രോഗ്രാംസ്, നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ അവരെ കൊണ്ടുവരിക, അത്തരത്തിലുള്ള അറിവുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പതിയെ അവരെന്ത് ചെയ്യും, അതിലേക്ക് മാറിക്കോളും. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച്
ആയിട്ട് പോയിട്ട് ഭയങ്കര അതോറിറ്റേറ്റീവ് മോഡൽ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യരുത്. അവരുടെ ലൈഫ് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് മാറുന്നത്. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മളത് ഫോളോ ചെയ്യാൻ, നമ്മൾ അവർക്ക് എന്താ വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ച് നല്ല രീതിയിൽ അതിന്റെ ബെനിഫിറ്റ്സ് അവർക്ക് മനസ്സിലാവും. അവർക്ക് ആ റെസ്പെക്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ആസ് പാരന്റ്സ്. ഓക്കെ, സോ പർപ്പസ് ആൻഡ് ഗ്രോത്ത്. നെക്സ്റ്റ് എന്താണ്? ഫുൾ റെസ്പോൺസിബിലിറ്റി. ടേക്കിംഗ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. നോ എക്സ്ക്യൂസസ്, നോ ബ്ലെയിമിങ്. ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, ഇതിന്റെ എല്ലാത്തിനും കാരണക്കാരനാരാണ്? നമ്മളാണ്. നമ്മുടെ എനർജിയാണ്, നമ്മളുടെ ചോയ്സ് ആണ്, നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ ബൗണ്ടറി ഇല്ലായ്മയാണ്, നമ്മുടെ ട്രോമയാണ്, നമ്മളുടെ ലൈക്ക് നെഗറ്റീവ് തിങ്കിങ് ആണ്, ലിമിറ്റഡ് തിങ്കിങ് ആണ്, നമ്മുടെ കംഫർട്ട് സോൺ ഇഷ്യൂസ് ആണ് എന്നുള്ള റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുക. നമ്മളാണ് പ്രശ്നക്കാർ, വേറെ ആരും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഞാനാണ് കാരണക്കാരൻ. എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. പല ആൾക്കാരും ഞാനൊരു കാര്യം അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കില്ല. എൻ്റെ തിങ്കിങ് കൊണ്ട്, എൻ്റെ ചിന്തയിൽ നിന്നാണ് എൻ്റെ ലൈഫ് ഉണ്ടാക്കുന്നത്. ഐ ആം ദ പ്രോഡക്റ്റ് ഓഫ് മൈ തോട്ട്സ്. എൻ്റെ ചിന്തകൾ. നമ്മുടെ EFTയിൽ പറയാറുണ്ട് അവയർനെസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ദ റിയാലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ചിന്തകൾ ഇങ്ങനെയായി പോയതുകൊണ്ടാണ്. എൻ്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് എൻ്റെ ലൈഫ്. ഇനി റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ചിന്തകളെയെല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ തന്നെ നിയന്ത്രിച്ചേ പറ്റൂ. ഞാൻ തന്നെ, വേറൊരാളും വന്നിട്ട് നിയന്ത്രിക്കില്ല, നിയന്ത്രിക്കാൻ പോകുന്നില്ല. വേറൊരാളും വന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല. ഐ ഹാവ് ടു ഫേസ് മൈ ഡീമൺസ്. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചെകുത്താന്മാർ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന തിന്മകൾ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോരായ്മകൾ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ട്രോമാസ്, ഇത് ഹീൽ ചെയ്യാൻ വേറൊരുത്തൻ വരില്ല, വേറൊരാൾ വരില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരുന്നേ പറ്റൂ, ഹീൽ ചെയ്തേ പറ്റൂ, പ്ലാൻ ചെയ്തേ പറ്റൂ, എഴുതിയേ പറ്റൂ, വർക്ക് ചെയ്തേ പറ്റൂ, റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ റിമൂവ് ചെയ്തേ പറ്റൂ. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. വേറെ ഒരാളും വരാൻ പോകുന്നില്ല എന്നെ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യാനും എന്ന റിയാലിറ്റി തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. ആൻഡ് ദാറ്റ്സ് കോൾഡ് 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ യു ബിക്കം എ ഹൈ വാല്യൂ പേഴ്സൺ. മനസ്സിലാവുന്നുണ്ടോ? യു ബിക്കം എ ഹൈ വാല്യൂ പേഴ്സൺ. അപ്പൊ അങ്ങനെ നിങ്ങൾ അത് അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല, നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ ഇനിയും ഫർദർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ ഫാർ എങ്ങനെയുണ്ട് ഹൈ വാല്യൂ ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, അത് നിങ്ങൾക്ക് എത്രത്തോളം is it interesting? Is it amazing? Is it bulb on? പുതിയൊരു ലെവൽ കത്തുന്നുണ്ടോ? ഹീൽ ചെയ്താൽ മാത്രം പോരാ. ഹീൽ ചെയ്തതിനു ശേഷം പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം ലൈഫിൽ. പുതിയൊരു ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല, അതായത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള പർപ്പസിന്റെ മുകളിലാവുണ്ട്. എങ്ങനെ? കേട്ടില്ല. ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല, അതായത് എനിക്ക് മാറണം എന്നുള്ള സ്ട്രോങ് പർപ്പസിന്റെ മുകളിലാണ്. തീർച്ചയായിട്ടും. എനിക്കൊരു സർട്ടൻ ലൈഫ് ബിൽഡ് ചെയ്യണം. എനിക്ക് എൻ്റെ ലൈഫിന്റെ കൺട്രോൾ വേണം. എനിക്കിന്റെ ഇമോഷൻസിന്റെ കൺട്രോൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്നാണ് ഈ സാധനം എന്തുണ്ടാവുന്നത്, ബിൽഡ് ആവുന്നത്. എനിക്ക് is it easy? It's not easy. Can we do it? Yes, we can do it. How do we gonna do it? Yes, we'll figure it out. മനസ്സിലായോ? ഇത് ഈസി അല്ല ചെയ്യാൻ. ഹീലിംഗ് ചെയ്താലേ ഇത് നടക്കുള്ളൂ. ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ, വേറെ സൈഡിൽ എന്ന് വെച്ചാൽ ബെഞ്ച് മാർക്ക് ഡിഫൈൻ ചെയ്യുക. എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം, വീട് എങ്ങനെയായിരിക്കണം, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, മക്കളെ ഞാൻ എങ്ങനെ വളർത്തണം, അവരെന്ത് ബിൽഡ് ചെയ്യണം, അവരുടെ ഗോളുകളൊക്കെ നമ്മൾ തീരുമാനിക്കാമല്ല. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ അവരെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ, ഇങ്ങനെയൊന്നുമല്ല. അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് അവരെ എത്തിക്കണം. അതിൽ അവർ സക്സസ്ഫുൾ ആവണം. അതിൽ അടിപൊളിയായിരിക്കും. നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം പോകേണ്ടത്. സത്യസന്ധമായിരിക്കണം. നല്ലൊരു മനുഷ്യനായി ജീവിക്കണം.
എൻ്റെ മക്കൾ ഇങ്ങനെ ഇങ്ങനെ നല്ല മനുഷ്യന്മാരോട് ജീവിക്കണം. ടോക്സിസിറ്റി പാടില്ല. എൻ്റെ മക്കളും മക്കളുടെ ഭാവി ജീവിതത്തിൽ ടോക്സിസിറ്റി എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോ പറയേണ്ടടുത്ത് നോ പറയണം. എൻ്റെ മകള് വളർന്ന് വലുതായി ഒരു മാരേജ് കഴിഞ്ഞു, അവിടെ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ടോർച്ചറിങ് ആണ്. അപ്പൊ ആ സമയത്ത് മകൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, മകളെ ഞാൻ ടേക്ക് കെയർ ചെയ്യും. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെയെല്ലാം ടോക്സിക് ആയിട്ടുള്ള. അപ്പൊ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് അത് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യാൻ, അടിപൊളി ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ, സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫിൽ നിന്ന് പുറത്ത് കടക്കാൻ, നമ്മുടെ ലൈഫിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കും. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ക്രിയേറ്റ്. ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് വരുമാനമൊന്നുമില്ല, ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ജോബുള്ള കുറേ ആൾക്കാരെ കാണാം, പക്ഷെ അവരുടെ ലൈഫ് സ്ട്രക്ചേർഡ് ആണ്. സിമ്പിളായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ കാണാം. അവർ എന്ത് തന്നെ സംഭവിച്ചാലും അവർ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, അമ്പലത്തിൽ പോകുന്നുണ്ടാവും, അവർ റുട്ടീൻസ് ഉണ്ട് അവർക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ? സുനോ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര രസമാണ്. ഈ പീപ്പിളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ അവർക്ക് എന്താ വെച്ചാൽ ദേ ആർ നോട്ട് ഡിസ്ട്രാക്റ്റഡ്, ദേ ആർ പീപ്പിൾ വിത്ത് വാല്യൂസ്. അവർ കറക്റ്റ് ടൈം. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മുതൽക്ക് എങ്ങനെ നമ്മുടെയൊക്കെ വീട് ഒരു വീടായതെന്ന് അറിയൂ. ഇങ്ങനെ കാലങ്ങളായിട്ട് കുറച്ച് വാല്യൂസും സംഗതികളും ബിൽഡ് ചെയ്തതിന് പുറത്താണ്. പക്ഷെ അതിൽ എന്ത് വന്നു? കാലഘട്ടത്തിന് മാച്ച് ആകാത്ത, ഇപ്പോൾ എടുത്ത് കളയേണ്ട കുറെ കാര്യങ്ങൾ കൂടി അതിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് അതൊക്കെ റെലവെന്റ് ആണ്, ഓക്കെയാണ്, സെറ്റാണ്, ബ്യൂട്ടിഫുൾ ആണ്, നല്ലതാണ്. മനസ്സിലുണ്ടോ? അതിന്റെ കൂട്ടത്തിൽ കുറച്ച് അന്ധവിശ്വാസങ്ങൾ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ബിൽഡ് ചെയ്തൊരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. അങ്ങനെ ഒരു സ്ട്രക്ചർ പോലെ നമുക്കൊരു ഫാമിലി ആൻഡ് നമ്മുടെ ലൈഫിനൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റൂൾസും റെഗുലേഷൻസും റുട്ടീൻസും വേണം. അത് നമ്മൾ ബിൽഡ് ചെയ്യുക. വേറെ സൊസൈറ്റി ബിൽഡ് ചെയ്തതിൽ ഫോളോ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ടത് നമ്മുടേതായ ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് സംഭവിക്കുക. പണ്ട് കാലങ്ങളായിട്ട് കുറെ ആൾക്കാർ ബിൽഡ് ചെയ്ത് ഇതിൽ തന്നെ കുറെ വേണ്ടാത്ത കാര്യങ്ങൾ കയറ്റി, അന്ധവിശ്വാസങ്ങൾ കയറ്റി, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, റൂൾസ് ആണ്, ഹൈ വാല്യൂ ലിവിങ് ആണ്, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റി കൂട്ടിയിട്ടുള്ള വേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ ചാലഞ്ചും പുതിയ സിറ്റുവേഷനും പുതിയ പ്രശ്നങ്ങൾക്കും അനുസരിച്ച് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തേ പറ്റും. ക്ലിയർ? അപ്പൊ അത് ബിൽഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്, ഹാപ്പി ആവാനുള്ളതാണ്. അത് മറക്കരുത്. ഇതെല്ലാം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ സംതൃപ്തനാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഉറപ്പുവരുത്തണം. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം, ഷെയർ ചെയ്യാം. അപ്പൊ ഒരു പുതിയൊരു മിഷൻ, പുതിയൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, കൈൻഡ് ഓഫ് കോൺസെപ്റ്റോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹീലിംഗ് പ്ലസ് ഹൈ വാല്യൂ ലിവിങ്. ക്ലിയർ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായി ഡെപ്തിൽ നമുക്ക് സംസാരിക്കണം. മീറ്റപ്പിൽ വരണം, ഓഫ്ലൈൻ ഇവന്റിൽ വരണം. ഈ വരുന്ന 10-ാം തീയതിയാണ്, മറക്കരുത്. നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് കിട്ടുന്നുണ്ട്, അതിന്റെ കോണ്ടന്റ് കിട്ടുന്നുണ്ട്, അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി മൈൻഡ് ബ്ലോയിങ്. ഓക്കെ, അപ്പൊ മറക്കരുത്, എന്തായാലും വരാൻ ശ്രമിക്കുക. ആരൊക്കെ വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഐ വാണ്ട് ടു സീ യു. നമുക്ക് ഇതിനെക്കുറിച്ച് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യണ്ടേ? അപ്പോൾ 10-ാം തീയതി എന്തായാലും വരണം. ഇതിനെക്കുറിച്ച് നമുക്ക് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യാം. നാളെയും മറ്റന്നാളും ഉണ്ട് നമ്മുടെ ഡിസ്കഷൻസ്. സോ എങ്ങനെയുണ്ട്? ബാക്കി നമുക്ക് പറയാം. നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. വെരി ഗുഡ്. സോ ഇതിന്റെ ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യണം. ഇതെന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അപ്പോൾ ആകെ ഹൈ വാല്യൂ ലിവിങ്ങിന്റെ ഒരു പേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹൂ ഈസ് എ ഹൈ വാല്യൂ മാൻ? ആരാണ് ഹൈ വാല്യൂ മാൻ? ആരാണ് ഹൈ വാല്യൂ, ഒരു ഹൈ വാല്യൂ ഇല്ലാത്ത മനുഷ്യൻ ആരാണ്? അത് ഡിസ്കസ് ചെയ്യാണ്ട്. ഒരു ഹൈ വാല്യൂ വുമൺ ഏതാണ്? ഒരു ഹൈ വാല്യൂ വുമൺ അല്ലാത്ത ഒരാൾ ഏതാണ്? മനസ്സിലാവുന്നുണ്ടോ? Who is a strong man and weak man? Who is a strong woman and weak woman? And what changes when you live high value? High value level ജീവിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? ഇന്റേണൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഡെയിലി ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഹൈ വാല്യൂ പീപ്പിളുടെ? ആൻഡ് ദ റിയൽ ഷിഫ്റ്റ് എന്താണ്?
ആൻഡ് ഫൈനൽ ആയിട്ടുള്ള മെസ്സേജ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ആകെ ഒരൊറ്റ പേജ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഗോ ഇൻ ഡെപ്ത്. ഡു യു വാണ്ട് ദാറ്റ്? ക്ലിയർ ആണോ? നിങ്ങളുടെ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട്, എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂ സിസ്റ്റത്തോട് കൂടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യാം. കൺട്രോൾഡ്. ഈ വാല്യൂസ്, ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു തോന്നലങ്ങ് പോകും. അത്ര ഹീൽ ചെയ്താലും പിന്നെയും എന്ത് ചെയ്യും? ഹീൽ ചെയ്താൽ നമുക്ക് ആദ്യം അടുത്ത ഇമ്മീഡിയറ്റ്ലി വേണ്ട സാധനം വാല്യൂസ് ആണ്. നമ്മളുടെ സ്റ്റാൻഡേർഡ് എന്താണ്, നമുക്ക് എന്ത് ലൈഫാണ് വേണ്ടത് തീരുമാനിക്കണം. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഹീലിംഗ് നടന്നു, പിന്നെ ഇങ്ങനെ നിൽക്കുവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. റെഡി? യാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഫീഡ്ബാക്ക് പറയാവോ? 1-2 പേര് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, വാട്ട് ഡിഡ് യു ഫീൽ? എങ്ങനെ? ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഫസ്റ്റ് ഒരുപാട് കാര്യങ്ങളോട് നോ പറയണം ആദ്യം. Yeah. എന്നിട്ട് വേണം ഓരോ വാല്യൂസ് സെറ്റ് ചെയ്യാൻ. സി, ഇതൊരു എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന്, നമുക്കൊരു സെർട്ടൺ ലൈഫ് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് വേറെ ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, അതിന് വേണ്ട വിഷൻ കണ്ടിട്ട് അതിന് വേണ്ട വാല്യൂസ് എന്താണ്, അതിന് വേണ്ട കൾച്ചർ എന്താണ്, അതിന് വേണ്ട ലൈഫ് സ്റ്റൈൽ എന്താണ്, അതിന് വേണ്ട വേ ഓഫ് ടോക്കിംഗ് എന്താണ്, അതിന് വേണ്ട രീതിയിലുള്ള ഡ്രസ്സിങ് എന്താണ്, അതിന് വേണ്ട രീതിയിലുള്ള, യു വിൽ നോട്ട് ബി നോർമൽ. നിങ്ങൾ നോർമൽ ആവില്ല. യു വിൽ ബി ലിവിങ് ഇൻ അനദർ പാരലൽ വേൾഡ്. വേറെ പാരലൽ വേൾഡിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അത് 100% എംബ്രേസ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറണം. അപ്പൊ അത് ബിൽഡാവും. മനസ്സിലാവണ്ട? സാധാരണ ജീവിതം പിന്നെ ജീവിക്കാൻ പറ്റില്ല. സാധാരണ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സാധാരണ ജീവിതത്തിന്റെ കൂടെ ഒക്കെ ജീവിക്കും. പക്ഷെ നമ്മളുടെ പ്രയോറിറ്റീസ്, വാല്യൂസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ സെർട്ടൺ കാര്യങ്ങൾ ചെയ്യൂല. എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യൂല. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ, എല്ലാവർക്കും ലഭിക്കുന്ന ആ ലൈഫേ ലഭിക്കുള്ളൂ. യു വിൽ ഡു തിങ്സ് ഡിഫറെന്റ്ലി സോ ദാറ്റ് യു വിൽ ഗെറ്റ് തിങ്സ് ഡിഫറെന്റ്. യു വിൽ ഡു സ്പെഷ്യൽ തിങ്സ് സോ ദാറ്റ് വി വിൽ ഗെറ്റ് സ്പെഷ്യൽ തിങ്സ്. കാരണം നമുക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈഫ് വേണം, സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, ഡിഫറെന്റ് വേണം, ബെറ്റർ വേണം, വലുത് വേണം. ഇഫ് യു വാണ്ട് സംതിങ് യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. യു ഹാവ് ടു ഏൺ ഇറ്റ്. അത് ഏൺ ചെയ്യണം. വെറുതെ കിട്ടൂല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കൂല. മറിച്ച് നിങ്ങൾ ആരാണ് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. യു ഗെറ്റ് വാട്ട് യു ഡിസേർവ്. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആരാണ്, നമ്മുടെ ലൈഫ് എന്താണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, വി വാണ്ട് ടു റീബിൽഡ് ഇറ്റ്. അപ്പൊ അത് എങ്ങനെയെന്നുള്ളത് ചിന്തിക്കേണ്ട. കണ്ടിന്യൂസ്ലി ക്ലാസ്സിൽ ഇരിക്കുക, കണ്ടിന്യൂസ്ലി ക്ലാസ്സുകൾ കേൾക്കുക, സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുക, റിസ്ക് എടുക്കുക, പഠിക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. ഒരു ദിവസം 1% ഇമ്പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 0.1% ഇമ്പ്രൂവ്മെന്റ് ചെയ്താൽ മതി. 0.5% ഓഫ് അല്ലേ, 0.5% ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഇനി 1% ഇമ്പ്രൂവ് ചെയ്തില്ല, ഇമ്പ്രൂവ് 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തും? നിങ്ങൾ ഒരു ദിവസം 1% ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 365 ദിവസം കഴിയുമ്പോൾ 365% ഇമ്പ്രൂവ്മെന്റ്സിലേക്ക് പോയില്ലേ നിങ്ങൾ? അപ്പൊ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് 100% ഇല്ല, അതിന്റെ 3 ഇരട്ടി വ്യത്യാസമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറും. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യാസമില്ല. അപ്പം ചെറിയ സ്റ്റെപ്സ് മതി, പതുക്കെ പതുക്കെ പോയാൽ മതി. ഇതിന്റെ ഇടയിൽ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്യാം. പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? ലെറ്റ്സ് ബിൽഡ് ഇറ്റ്. യാ, റെഡിയാ. ഭയങ്കര രസമാണ് അത്. നിങ്ങൾ ഒരു 10 വർഷം കഴിയുമ്പം യു വിൽ ബി ഇൻ എ ടോട്ടലി ഡിഫറെന്റ് ട്രാക്ക്. ഒരു 5 വർഷം കഴിയുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ട്രാക്ക്. യു വിൽ നോട്ട് ബി ഡൂയിങ് ദ തിങ്സ് ദാറ്റ് യു വിൽ ബി ഡൂയിങ്. യു വിൽ ബി ഡൂയിങ് തിങ്സ് ഡിഫറെന്റ്ലി. പക്ഷെ അതിന് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് കോർ സാധനങ്ങൾ എന്താണ്, ഇത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ ടുമോറോ, നാളെയും മറ്റന്നാളും, പിന്നെ ഫൈനൽ ഡേ അന്ന് ഓഫ്ലൈൻ ഇവന്റിലും. യു ഗോട്ട് ഇറ്റ്? ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ ഡിസ്കസ് ചെയ്യും. പുറമെ 4ാമത്തെ ദിവസം ഫൈനൽ ഡേ നമ്മൾ ഇവന്റിലും ഡിസ്കസ് ചെയ്യും.
അവിടെ നിങ്ങൾ വരുന്നതോടുകൂടി അത് അവിടെ വരുമ്പോഴേക്കും കംപ്ലീറ്റ്ലി വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ്, ആ ഒരു കൈൻഡ് ഓഫ് പവറിലാണ്. നിങ്ങളുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ, നിങ്ങളുടെ ബ്രെയിൻ തന്നെ വേറെ ലെവലിൽ ഷിഫ്റ്റ് ആവും. അപ്പം അതിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തെറാപ്പീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്, ഗുഡ്, താങ്ക് യു എവറി വൺ. ഇനി യാ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? റഹീബ് ഷെയർ ചെയ്തു. എനിവൺ എൽസ്? എന്താണ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? അമ്പിളി മാം. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് രതി, പറഞ്ഞോളൂ. ആ ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വാല്യൂസ് എങ്ങനെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ നമ്മുടെ പർപ്പസ്, വിഷന്, അവിടെ കോർ വാല്യൂ ഒക്കെ കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഇനിയും ആഗ്രഹമുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മള് ഫാമിലിയിൽ എങ്ങനെ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യങ്ങളാണ്. പക്ഷെ Yeah. ഒരു ലക്ഷ്യം വേണം. അതുപോലെ നമ്മുടെ വർക്കിലായാലും നമ്മുടെ നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ നമുക്കൊരു ലക്ഷ്യം വേണം എന്നുള്ളത് മനസ്സിലായി. നമ്മുടെ നിലപാട്, അത് നമുക്കൊരു നിലപാടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോ ഇനിയും എന്താ പറയാ, ഈ ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് ഒരു എന്താ പറയുക, നല്ലൊരു ആശംസ നേരുന്നു. നല്ല ക്ലാസ് ആണ്. ഞാൻ എന്റെ സഹപ്രവർത്തകർക്ക് ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ കാലത്ത് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ. പലരും ഇതിൽ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. All right. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു രതി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്, you just do your part properly. And thank you Riti ma'am, inviting your friends. Ambali ma'am, how was today's session? Did you എന്തെങ്കിലും കിട്ടിയോ? സർ ഷുവർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് കിട്ടിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് നിലപാടുകളിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ നിലപാടുകൾക്കനുസരിച്ച് ജീവിക്കുന്നുള്ളതാണ്. ശരിക്കും എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത്, ഒരു യൂസ് ആൻഡ് ത്രോ പോലെ എന്തുകൊണ്ടാണ് ലൈഫ് മുമ്പോട്ട് പോകുന്നതെന്ന്. എപ്പോഴും കാരണം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ യൂസ് ചെയ്യും, അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മളെ കളയും. അപ്പൊ അത് ശരിക്കും ഇത് നമുക്കൊരു അത് തോന്നിയിട്ടുണ്ട്, നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ്, ലൈഫിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹീലിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ് ഒത്തിരി കുറച്ചും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ഇത് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, വിഷൻ സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക്, നമ്മളുടെ ആ ഒരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരു ഹൈ വാല്യൂ ലിവിങ് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. ശരിക്കും ഈ ഹീലിംഗ് പ്ലസ് EFT പ്ലസ് ഈ മോർണിംഗ് സെഷൻസ് ആണ് എപ്പോഴും ഒരു ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്, EFT മാത്രമായിട്ടല്ല, മോർണിംഗ് സെഷൻസും കൂടെ ആയിട്ടാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓരോ ക്ലാസ്സും ഒത്തിരി ഇൻഫർമേഷൻസ് തരുന്നതാണ്. All right. I'm really happy for you. Thank you, Ampli ma'am. And that's what I meant. See, Ampli ma'am ഇവിടെ പറഞ്ഞ കാര്യമാണ് അതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം. എന്ത്, നമ്മളെ ഒരുപാട് പേര് യൂസ് ചെയ്യും. നല്ലോണം സൂക്ഷിക്കണം. പീപ്പിൾ ആർ സെൽഫിഷ് ആൻഡ് ഇൻസെക്യൂർ. മനസ്സിലുണ്ട്, അധികം ആൾക്കാരും എല്ലാവരും എല്ലാം പറയുന്നത്. അതിന്റെ റീസൺ എന്താ? ആൾക്കാർക്ക് ഈ ലോകത്ത് ജീവിക്കണം. ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെടുക. എന്താ കഷ്ടപ്പെടാനുള്ള കാരണം? അവർക്ക് വാല്യൂസ് ഇല്ല, അവർക്ക് നിലപാടുകളില്ല, അവരൊരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്, അവരെ ഒരുപാട് പേര് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യണം. ആ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? പലതും കാട്ടിക്കൂട്ടും. അവർക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള, അല്ലെങ്കിൽ ഇതേപോലെ വീക്കായിട്ടുള്ള, ക്ലാരിറ്റി ഇല്ലാത്ത, ബൗണ്ടറി ഇല്ലാത്ത, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സെറ്റ് ചെയ്യാത്ത, ഹൈ വാല്യൂസ് ഇല്ലാത്ത ആൾക്കാരെ അവരുടെ ഇരകളായിട്ട് അവർ കണ്ടെത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും? യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അവരവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ നീഡുകൾക്ക് അവർ നമ്മളിങ്ങനെ യൂസ് ചെയ്യും. ഇത് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഹീലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനോട് നോ പറയാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ വേണം, നമുക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ട്. അപ്പം നമുക്കത്
നോ പറയാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂസിനെ, നമ്മളുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഇപ്പോൾ മാം പറഞ്ഞ പോലെ നമ്മൾ ഹീൽ ചെയ്യപ്പെട്ട് കഴിയുകയും അതിന് ശേഷം ഇതുപോലൊരു അവയർനെസ്, ഒരു ക്ലാരിറ്റി, ഓക്കെ എൻ്റെ ലൈഫിന് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സംഗതികൾ സെറ്റ് ചെയ്യണം എന്നുള്ള സാധനം മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ നല്ല രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ആയിട്ട് വരും. സോ താങ്ക് യു സോ മച്ച് അംപ്ലി മാം ഫോർ എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ എ സിമ്പിൾ വെരി ക്ലിയർ വേ. ഇത് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ബൗണ്ടറീസ്, clarity, more power to you, more control to us, more control on our thoughts, our emotions, our feelings, and our distractions, our addictions. To have that, we need to have a certain kind of high value living lifestyle. അത് നമുക്ക് സെറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം എടാ വരും ദിവസങ്ങളിൽ. റെഡി? ഗുഡ്, ഫാന്റാസ്റ്റിക്. അംബിലി മാം ലൈക്ക് പറ്റുമെങ്കിലും വെച്ചാൽ കാലിക്കറ്റ് പ്രോഗ്രാമിന് എന്തായാലും വരിക. ഓക്കെ, ജസ്റ്റ് ബി ദർ ഇഫ് യു ക്യാൻ കം. നാട്ടിലുണ്ടെങ്കിൽ റൈറ്റ്, മറക്കരുത്. പ്ലീസ് ബി ദർ. ഓക്കെ എവ്രി വൺ. ഞാൻ വിദേശത്തായതുകൊണ്ട് എനിക്ക് ഫുൾ കേൾക്കാൻ പറ്റില്ല. എന്താണ്? താങ്ക് യു. യാ, സോ പറഞ്ഞതുപോലെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കാണാം. പിന്നെ അതേപോലെ പ്രോഗ്രാമിൽ, ആ കാലിക്കറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ട നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, അതിന് വേണ്ട ഗ്രൂപ്പിലുണ്ട്. ഇനി ആർക്കെങ്കിലും രഞ്ജിത്തിന്റെ നമ്പർ കൊടുക്കുക, അതേപോലെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ നമ്പേഴ്സ് കൊടുക്കുക. കോഴ്സ് കൗൺസിലേഴ്സ് ലൈക്ക് ജസ്റ്റ് പ്രൊവൈഡ് നമ്പേഴ്സ് ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, ബന്ധപ്പെടാൻ ശ്രമിക്കുക, പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. 1499 രൂപയാണ് അതിൻ്റെ ഫീ വരുന്നത്. സോ പ്ലീസ് ഗ്രാബ് ഇറ്റ്. ഓപ്പർച്യൂണിറ്റീസ് ദെയർ. I think ഓഫറിന്റെ ടൈം പീരീഡ് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല, but maybe still it is there. Just try to contact them, team members. We'll explain everything. Okay? Have a great day. Thank you. Thank you, sir. Thank you, sir. Thank you very much. Thank you very much. Thank you, sir. Yes, you're welcome. Sir, record available അല്ലേ? Yeah, record available. Okay? Thank you.